Hello, good morning. Our subject is electrical technology. Course title is electrical technology. These are the course outcomes. In first module, it is AC fundamentals, then earthing. Then second module is all about network theorems and transformers. Third module, DC generators and DC motors, that is DC machines. Last module is AC machines, AC alternators and AC motors. അങ്ങനെ 4 മോഡ്യൂളാണുള്ളത്. ഇത് ഫസ്റ്റ് മോഡ്യൂൾ ഒരു ഇൻട്രൊഡക്ഷൻ ടു എ സി ഫണ്ടമെന്റൽസും എർത്തിങ് പ്രോസസ്സും. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ഓൾട്ടർനേറ്റീവ് ക്വാണ്ടിറ്റി. നമ്മൾ ഇലക്ട്രിക്കൽ നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ ഇതിൻ്റെ ഫണ്ടമെന്റൽസും പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ്, ഈ രണ്ട് മെയിൻ ടോപ്പിക്സ് ആണുള്ളത്. ഫണ്ടമെന്റൽസ് ആണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫണ്ടമെന്റൽസ് ഓഫ് ഓൾട്ടർനേറ്റീവ് കറണ്ട്. അപ്പോൾ ബേസിക് ഇലക്ട്രോണിക്സ് നമ്മൾ പഠിച്ച സമയത്ത് we are discussed what is the difference between AC and DC. AC means alternating current, then DC means direct current. Then in all electrical power generations are in the form of AC. Then transmission is also in terms of AC. Then most of the power equipments in our household applications, everything is works under AC current. അപ്പോൾ ഈ എ സി ക്വാണ്ടിറ്റി, എ സി കറണ്ട് ആണ് ഡി സി എക്യുപ്മെൻറ്റ്സിനെ കഴിഞ്ഞും കൂടുതലും ട്രാൻസ്മിഷനും ജനറേഷനും ഒക്കെ എ സി ക്വാണ്ടിറ്റിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന എല്ലാ എക്യുപ്മെൻറ്റ്സും, ഫോർ എക്സാമ്പിൾ ടി വി, റേഡിയോ, കമ്പ്യൂട്ടർ, ഓവൻസ്, ഇങ്ങനെയുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും അതിൽ നമ്മൾ കൊടുക്കുന്ന പവർ എ സി ആണ്. അപ്പോൾ എ സി ക്വാണ്ടിറ്റി നമ്മുടെ വീടുകളിൽ എത്തുന്നത് 230 വോൾട്ട് 50 ഹെർട്സ് എ സി. അപ്പോൾ അതിനൊരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ഉണ്ട്. പിന്നെ അതിൻ്റെ മാക്സിമം ആർ എം എസ് വോൾട്ടേജ് പറയുന്നുണ്ട്. ആർ എം എസ് എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ സിസ്റ്റം 50 ഹെർട്സ് എ സി ആണ്. ഹൗസ് ഹോൾഡ് ആപ്ലിക്കേഷൻസിൽ വരുന്ന വോൾട്ടേജ് 230 അല്ലെങ്കിൽ മാക്സിമം 250. 230 വോൾട്ട് 50 ഹെർട്സ് എ സി ആണ് ജനറലി നമ്മൾ എ സി നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ പവർ. അപ്പോൾ എ സി കറണ്ട് എന്താണ്, എ സി ഡി സി ഇതിനുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്, അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് അടുത്തത്. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിഗ്നൽസ് ബേസ്ഡ് ഓൺ ദ ഷേപ്പ്. അപ്പോൾ സിഗ്നൽസ് പല ടൈപ്പ് ഉണ്ട്. നമ്മൾ ആദ്യം ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിച്ചത് എ സി സിഗ്നലിൻ്റെ വേവ് ഫോം കണ്ടു, ദെൻ ഡി സി എന്താണെന്ന് കണ്ടു. അപ്പോൾ ഇതിനകത്ത് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ഇൻ്റർവെല്ലിൽ അതിൻ്റെ ഷേപ്പ് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിഗ്നൽ ഷേപ്സ് ആണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് സിഗ്നൽസ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ഫെമിലിയർ ആയിട്ടുള്ള വൺ ഈസ് ഓൾട്ടർനേറ്റിംഗ് സിഗ്നൽ, അതായത് ഒരു സൈൻ വേവ് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ദെൻ ഡയറക്റ്റ് കറണ്ട്, ഒരു കോൺസ്റ്റൻറ്റ് വേരിയിങ് സിഗ്നൽ, അതായത് ടൈം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് വാല്യൂ ഫിക്സഡ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് കാണിച്ചിട്ടുണ്ട്. ഇതിന് ഏറ്റവും മുകളിൽ പൾസേറ്റിംഗ് സിഗ്നൽ കാണിച്ചിട്ടുണ്ട്. അത് നമ്മൾ റെക്ടിഫയറിൻ്റെ ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് ഇതൊക്കെ പൾസേറ്റിംഗ് ആയി. ദെൻ തേർഡ് വൺ ഒരു വേരിയബിൾ സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ പല ഡിഫറെൻറ്റ് സിഗ്നൽ ഷേപ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഏതാണ് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി? ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ആയിട്ട് കാണിച്ചിരിക്കുന്നത് ഈ സൈൻ വേവ് ആണ്. ഈ ഷേപ്പ് ഈസ് ഓൾട്ടർനേറ്റിംഗ് അറ്റ് എ ഫിക്സഡ് ഇൻ്റർവൽ. Okay, next slide. Then examples for alternating signal. I already told alternating signal means a particular shape is repeated at a regular interval. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ആണ് സൈൻ വേവ് എന്ന് പറയുന്നത്. സൈൻ വേവ് മീൻസ് it will follow a particular shape based on the function സൈൻ തീറ്റ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സൈൻ
ഫങ്ഷൻ അനുസരിച്ച് വേരി ചെയ്യുന്ന ഒരു ഓൾട്ടർനേറ്റീവ് സിഗ്നലാണ് സൈൻ വേവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ് ഈസ് വേരിയിങ് അക്കോർഡിംഗ് ടു ദ സൈൻ ഫങ്ഷൻ. So in this slide, the first one is amplitude variation proportional to a sine function. So it is called a sine wave. Then second one is a complex wave. Its function will be a complex function. Okay, നമുക്ക് അതിൻ്റെ ഇക്വേഷൻ എഴുതണമെങ്കിൽ ഒരു there may be number of sine and cos functions may be there. It will be a sum of sine cos functions. അപ്പോൾ അങ്ങനെ ഒരു ഷേപ്പ് കിട്ടുന്നത് ആ ഒരു ഫംഗ്ഷൻ അനുസരിച്ചാണ്. This one is also an alternating signal. Its shape is alternating at a regular interval. Okay. Then third one is a triangular wave. Its shape is a triangular wave. അതായത് ട്രയാങ്കുലർ വേവിൻ്റെ ഷേപ്പ് റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ. ലാസ്റ്റ് വൺ ഈസ് എ സ്ക്വയർ വേവ്. ഓക്കെ. ഇതിനകത്ത് ട്രയാങ്കുലർ സൈൻ സ്ക്വയർ ഇതൊക്കെ നിങ്ങൾ ലാബിൽ കണ്ടിട്ടുണ്ടാവും. ഇവിടെ കൊടുത്തിരിക്കുന്ന കോംപ്ലക്സ് വേവ് 2-3 സ്ക്വയർ വേവിൻ്റെയും സൈൻ വേവിൻ്റെ സമ്മാണ്. ഓക്കെ. അപ്പോൾ ഇതെല്ലാം ഓൾട്ടർനേറ്റീവ് സിഗ്നലിന് എക്സാമ്പിളാണ്. Then what is AC and DC? Its difference is shown in terms of figure. In the first figure you can see a direct current connected to a DC power supply or battery is connected to a resistor. The second one, an alternating current is connected to a resistor. Then the last figure shows what is the variation of voltage across the resistance. ഫസ്റ്റ് ഫിഗറിൽ ഒരു ഡി സി സോഴ്സ് റെസിസ്റ്റൻസിലേക്ക് കൊടുത്തിരിക്കുന്നു. സെക്കൻഡിൽ ഒരു എ സി സോഴ്സ് റെസിസ്റ്റൻസിൽ കൊടുത്തിരിക്കുന്നു. രണ്ടിലും റെസിസ്റ്റൻസ് ഈസ് ദ ലോഡ്. അപ്പോൾ ദിസ് സോഴ്സ് in the first case it is a DC battery, in second case it is an alternating voltage. അപ്പോൾ in both case there will be a current through this load resistance. Then what is the difference between the response of current through these resistances due to these different input supplies? In both case the resistance are same. Okay, so in first case the source or the driving force is a DC, so its response is the current through this resistance will be a constant. We know the Ohm's law, I is equal to V by R. So the voltage dropped across this resistance is also a constant. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ബാറ്ററിയുടെ വോൾട്ടേജ് എന്താണോ ആ വോൾട്ടേജ് തന്നെ നമുക്ക് റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡി സി കറണ്ട് ഈ റെസിസ്റ്റൻസിലൂടെ ഫ്ലോ ചെയ്യുന്നു. ദാറ്റ് കറണ്ട് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദിസ് റെസിസ്റ്റൻസ്. വി ഇസ് ഈക്വൽ ടു ഐ ആർ. സോ നമ്മൾ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് വി ആണെങ്കിൽ വി ക്യാൻ മെഷർ എ വോൾട്ടേജ് equal to V across this resistance. So അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇറസ്പെക്റ്റീവ് ഓഫ് ദ ടൈം ദിസ് ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ കെപ്റ്റ് ഇൻ എ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ്. അപ്പോൾ ബാറ്ററിയുടെ വോൾട്ടേജ് വി ആണെങ്കിൽ വി വിൽ ഗെറ്റ് വി അറ്റ് ദ ഔട്ട്പുട്ട്. അപ്പോൾ ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന രണ്ട് ഫിഗറും ഐഡിയൽ കേസിലാണ്. സോ ഇൻ ആൻ ഐഡിയൽ കണ്ടീഷൻ ദിസ് വോൾട്ടേജ് will remains at a constant value at the entire time. Okay, ഇൻപുട്ട് വോൾട്ടേജിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് റെസിസ്റ്റൻസിന് ക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, ദെൻ സെക്കൻഡ് കേസ് alternating current is applied to the resistance. അപ്പം you can check the different the symbol used for the alternating input. അവിടെ ഒരു സർക്കിളിനകത്ത് ഒരു സൈൻ ഫംഗ്ഷൻ കാണിച്ചിട്ടുണ്ട്. ദാറ്റ് ഇൻഡിക്കേറ്റ് an alternating input supply. Then in first figure the direction of current is also marked. രണ്ട് ഡയറക്ഷനിലും കറണ്ട് കാണിച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് the direction of current will change. അപ്പോൾ നിങ്ങൾക്കറിയാം കൊടുത്തിരിക്കുന്ന സിഗ്നൽ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആണെങ്കിൽ it may have two half cycles. One is positive half cycle, second is negative half cycle. During positive half cycle the current direction may be in one direction, and during negative half cycle the direction will be changed into the opposite direction.
So a bidirectional current will flow through the resistance. In the first case, the directional current is unique. ഒറ്റ ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ. പ്ലസ് ടു മൈനസോ അല്ലെങ്കിൽ അപ് ടു ഡൗൺ എന്നോ ഒക്കെ നമുക്ക് പറയാൻ പറ്റും. In second case, if you are using an alternating source, the current direction will change at a regular interval. Direction of current flow. ഇപ്പോൾ പറഞ്ഞത് തന്നെ ഡി സി സോഴ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ വോൾട്ടേജ് സോഴ്സ് 10 വോൾട്ട് കാണിച്ചിട്ടുണ്ട്. ദെൻ റെസിസ്റ്റൻസ് 6, കറണ്ട് ഫ്ലോ ഇൻ എ സിംഗിൾ ഡയറക്ഷൻ. അപ്പോൾ പ്ലസ് ടു മൈനസ് ആണ്, അതായത് ഹോൾസിന്റെ ഡയറക്ഷനാണ് നമ്മൾ സാധാരണ കറണ്ടിന്റെ ഡയറക്ഷനായിട്ട് കാണിക്കുക. അപ്പോൾ അതുകൊണ്ട് കറണ്ട് വിൽ സ്റ്റാർട്ട് ഫ്രം ദ പോസിറ്റീവ് സൈൻ അല്ലെങ്കിൽ പോസിറ്റീവ് പ്ലേറ്റ് ഓഫ് ദ സപ്ലൈ, then follows through the resistance and finally it will reach at the negative terminal of this voltage supply അല്ലെങ്കിൽ battery. So current direction will be from plus to minus. So current resistance capital R കാണിച്ചിട്ടുണ്ട്, then current flow കാണിച്ചിട്ടുണ്ട്. I amount of current will flow through this particular resistance. I is equal to 10 divided by capital R. In second case, the input signal is an alternating current, alternating voltage. അപ്പോൾ അതിൻ്റെ വോൾട്ടേജ് കാണിച്ചിട്ടുണ്ട് 10 വോൾട്ട് ആർ എം എസ്. ആർ എം എസ് മീൻസ് റൂട്ട് മീൻ സ്ക്വയർ, അതായത് ഡി സി ഈക്വലൻ്റ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ എ സി സിഗ്നൽ, അതാണ് ആർ എം എസ് എന്ന് പറയുന്നത്. നോക്കുക, അതിനകത്ത് കറണ്ട് ഫ്ലോ ഇറ്റ് ഈസ് ഷോൺ ആസ് ബൈ ഡയറക്ഷണൽ. ഓക്കെ, ഐയുടെ ഡയറക്ഷൻ രണ്ട് ഡയറക്ഷനിലും കാണിച്ചിട്ടുണ്ട്. ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ദ ഡയറക്ഷൻ വിൽ ബി ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, അല്ലെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ കേസിൽ ടോപ്പ് ടു ബോട്ടം എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ദെൻ ഇൻ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇസ് ഡയറക്ഷൻ വിൽ ബി റൈറ്റ് ടു ലെഫ്റ്റ്, അല്ലെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ ബോട്ടം ടു ടോപ്പ്. ഇപ്പോൾ രണ്ട് ഡയറക്ഷനിൽ എ സി സപ്ലൈ കൊടുക്കുമ്പോൾ കറണ്ട് ഫ്ലോ ഉണ്ടാവും. അപ്പോൾ ഈ കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷൻ ചേഞ്ച് ഒരു പർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ഇന്റർവെല്ലിലാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് സിഗ്നൽ ഇൻപുട്ട് കൊണ്ടാണ് ഉണ്ടായതെന്ന് പറയുക. നെക്സ്റ്റ് സ്ലൈഡ്. So the definition of alternating current: the movement of charge through a medium that changes its direction periodically. So direct current എന്ന് പറയുമ്പോൾ it's movement of charge through a particular conductor only in one direction. ഇപ്പോൾ എ സിയിൽ രണ്ട് ഡയറക്ഷനിലും കറണ്ട് ഫ്ലോ വരുന്നു, ഡി സിയിലാണെങ്കിൽ സിംഗിൾ ഡയറക്ഷനിലായിരിക്കും കറണ്ട് ഫ്ലോ. താഴെ നിങ്ങൾക്ക് ഒരു ആനിമേറ്റഡ് ജിഫ് കാണാൻ പറ്റും എ സി സിഗ്നലിൽ എന്താണ് സംഭവിക്കുന്നുള്ളത്. അപ്പോൾ ഒരു ബൾബ് ഇൻകാൻഡസെന്റ് ലാമ്പാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന എ സി കറണ്ടിന്റെ ഡയറക്ഷൻ അതിൽ ആനിമേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കുക, കറണ്ട് രണ്ട് ഡയറക്ഷനിലും പോകുന്നുണ്ട്. സോ ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ദ കറണ്ട് ത്രൂ ദ ലോഡ്, that is the here it is the load resistance is a bulb. Its intensity will vary from 0 to a maximum, then towards 0. ഇനി നെഗറ്റീവ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ വരുമ്പോഴും ഇതിൻ്റെ ഇൻറ്റൻസിറ്റി സീറോയിൽ നിന്ന് ഒരു നെഗറ്റീവ് മാക്സിമം. ഹിയർ ഇറ്റ് ഈസ് ബൾബ് ഗ്ലോ ചെയ്യുന്നത് പോസിറ്റീവ് ഡയറക്ഷനിലായിരിക്കും, അപ്പോൾ വീണ്ടും ബൾബ് ഗ്ലോ ചെയ്യും, ദെൻ അത് വീണ്ടും സീറോയിലേക്ക് വരും. അപ്പോൾ 50 ഹെർട്സ് ആണ് നമ്മൾ സാധാരണ വീടുകളിൽ ഉപയോഗിക്കുന്ന ഓൾട്ടർനേറ്റീവ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി. അപ്പോൾ ഈ ബൾബ് ഓൺ ഓഫ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത് നമ്മൾ അറിയാതെ പോകുന്നത്. അതായത് ഒരു 10 മില്ലി സെക്കൻഡ് സമയം കഴിയുമ്പോൾ നമ്മുടെ വീടുകളിലുള്ള എല്ലാ ലോഡിലേക്കുള്ള സപ്ലൈ സീറോ ആകുന്നുണ്ട്. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് അത് വീണ്ടും സീറോയിലെത്തുമ്പോൾ ലോഡിലേക്ക് കൊടുത്തിരിക്കുന്ന കറണ്ടും സീറോ ആവും. ദെൻ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്നു, അടുത്ത 10 മില്ലി സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും അത് സീറോ ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ആ ഡിസഡ്വാൻറ്റേജ് കൊണ്ടിട്ടാണ് നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് ഗ്ലോ ചെയ്യുന്നതായിട്ട് തോന്നുന്നത്. ഓക്കെ, പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത് 1/16 സെക്കൻഡ്. അത്രയും സമയത്തിന് ഇതിനെക്കഴിഞ്ഞും കൂടുതൽ സമയം ആണ് എടുക്കുന്നതെങ്കിൽ നമുക്കിത് ഓണോ ഓഫോ ആവുന്നത്
നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, okay, next slide. We know equation of a sine wave means the amplitude or instantaneous amplitude variation of a sine wave. Okay, so equation is A is equal to am sine omega t plus phi. നമ്മൾ സെക്കൻഡ് S2 സെമസ്റ്ററിൽ നമ്മൾ കണ്ടതാണ് ഇങ്ങനെ ഒരു ഇക്വേഷൻ. അപ്പോൾ എന്താണ് ഈ സൈൻ വേവിൻ്റെ ഇക്വേഷൻ? സൈൻ വേവ് ആയാലും കോസ് വേവ് ആയാലും ഒന്ന് തന്നെയാണ്. ഓക്കെ, എ ഇസ് ഈക്വൽ ടു എ എം സൈൻ ഒമേഗാസ് ടി പ്ലസ് ഫൈവ്, വേർ എ ഇസ് ദ ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് ഓർ കറണ്ട്. അതായത് നമ്മുടെ ഔട്ട്പുട്ട് സിഗ്നൽ, നമ്മളൊരു സൈൻ വേവ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് ഔട്ട്പുട്ട് സിഗ്നൽ ഈസ് എ, അല്ലെങ്കിൽ വി എ എന്ന് നമുക്ക് പേര് കൊടുക്കാം. സോ ഹിയർ ഇറ്റ് ഈസ് സ്മോൾ ലെറ്റർ എ. ഇനി കറണ്ട് ആണെങ്കിൽ നമ്മൾ അതിനെ ഐ എന്ന് കൊടുക്കാം, വോൾട്ടേജ് ആണെങ്കിൽ നമുക്ക് വി എന്ന് കൊടുക്കാം. അപ്പോൾ ഇതൊരു ജനറൽ ഇക്വേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്, എ ഈക്വൽ ടു എ എം സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ്, വേർ എ എം ഇസ് ദ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഓർ പീക്ക് വാല്യൂ. നമ്മൾ ഏത് സൈൻ വേവ് എടുത്തു കഴിഞ്ഞാലും ഇറ്റ് വിൽ ഹാവ് എ പോസിറ്റീവ് പീക്ക് ആൻഡ് എ നെഗറ്റീവ് പീക്ക്. അപ്പോൾ അതിൽ ഒരു റെഗുലർ ആയിട്ടുള്ള സൈൻ വേവ് ആണെങ്കിൽ ദിസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പീക്സ് വിൽ ബി സെയിം. ഒന്ന് നെഗറ്റീവ് ഡയറക്ഷൻ ആണെന്ന് മാത്രമേ ഉള്ളൂ. ദാറ്റ് മാക്സിമം വാല്യൂ ഇസ് കോൾഡ് എ എം. ദെൻ തേർഡ് ടേം ഈസ് സൈൻ. ദിസ് ഇൻഡിക്കേറ്റ്സ് this function follows a particular shape. That function is sine. So the signal variation will be in terms of a sine wave. അപ്പോൾ സൈൻ എന്ന് പറയുന്നത് ആ ക്വാണ്ടിറ്റി എയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഷേപ്പ് തീരുമാനിക്കുന്ന ഫംഗ്ഷനാണ്. ദെൻ ഒമേഗ ടി, ഇറ്റ് ഈസ് ദ ആംഗുലർ ഫ്രീക്വൻസി. അപ്പം ഞാനിപ്പോൾ പറഞ്ഞു റൊട്ടേറ്റിംഗ് സിഗ്നൽ ആണെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഫ്രീക്വൻസി ഒരു റൊട്ടേഷൻ കഴിയുമ്പോൾ ആ സിഗ്നലിൻ്റെ ഒരു സൈക്കിൾ തീരുന്നു എന്ന് പറയും. അപ്പോൾ ആംഗുലർ ഫ്രീക്വൻസിയിൽ നമുക്ക് പറയാം, അല്ലാതെ നമ്മൾ സാധാരണ നമ്മൾ കാണുന്ന ഫ്രീക്വൻസി എഫിൻ്റെ ടൈമിലും പറയാൻ പറ്റും. അപ്പോൾ ഒമേഗ ഇസ് ഈക്വൽ ടു 2πf ആണ്. ഓക്കെ, അപ്പോൾ ഒമേഗ ഇസ് ഈക്വൽ ടു 2πf. അപ്പോൾ 2π ഇൻറ്റു ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ആംഗുലർ ഫ്രീക്വൻസി. ലാസ്റ്റ് ടൈം ഈസ് ഫൈ, ഇറ്റ് ഈസ് ഫേസ്. ഫേസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പർട്ടിക്കുലർ പോയിന്റ് കൺസിഡർ ചെയ്ത്, അല്ലെങ്കിൽ ഫേസ് നമ്മൾ പറയുന്നത് എപ്പോഴും വിത്ത് റെസ്പെക്ട് ടു എ ഒരു റെഫറൻസിനെ ബേസ് ചെയ്ത് പറയുന്ന ക്വാണ്ടിറ്റിയാണ്. നോർമലി നമ്മൾ എപ്പോഴും ഈ ഫേസ് ക്വാണ്ടിറ്റി കാണിക്കാറില്ല, കാരണം അത് വേറൊരു ക്വാണ്ടിറ്റീൻ്റെ റെഫറൻസ് ചെയ്ത് പറയുന്നതായതുകൊണ്ട്. അപ്പോൾ ഒരു സൈൻ വേവിൻ്റെ ഇക്വേഷൻ, ജനറൽ ഇക്വേഷൻ പറഞ്ഞാൽ എ ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ വി ഇസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി, അല്ലെങ്കിൽ ഐ ആണെങ്കിൽ ഐ ഇസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി. അപ്പോൾ ഫേസിൻ്റെ കാര്യം വരുന്നത് നമുക്ക് വേറൊരു സിഗ്നലുമായിട്ട് കമ്പയർ ചെയ്യേണ്ട സമയത്താണ്. ഓക്കെ, ഇനി താഴെ ഒരു പിക്ചറായിട്ട് കൊടുത്തിട്ടുണ്ട്, എ സി സൈൻ ഒമേഗ സി ടി അല്ലെങ്കിൽ 2πf സി ടി പ്ലസ് 5 എന്ന്. അപ്പോൾ ആദ്യം കൊടുത്ത സൈൻ വേവിൻ്റെ ഇക്വേഷനും ഈ രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒന്നിൽ സൈൻ ആണ്, രണ്ടാമത്തേൽ കോസ് ആണ്. അപ്പോൾ ഒരു സൈൻ വേവിൻ്റെ ഇക്വേഷൻ എഴുതാൻ പറയുമ്പോൾ നമ്മൾ കോസ് എഴുതിയാലും തെറ്റൊന്നും വരില്ല, കാരണം ഇത് രണ്ടും സൈൻ വേവും കോസ് വേവും തമ്മിൽ ഒരു ഫേസ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, അത് 90 ഡിഗ്രിയാണ് അല്ലേ. ഇൻ്റഗ്രൽ ഓഫ് സൈൻ എന്ന് പറയുന്നത് കോസ് ആണ് അല്ലേ, നിങ്ങൾക്കറിയാം. അപ്പോൾ വരുന്ന ആ ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയിട്ടുള്ള മറ്റൊരു സിഗ്നലിൽ നിന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ രണ്ടും നമ്മൾ വരയ്ക്കുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കും അല്ലേ. രണ്ടും ഒരുമിച്ച് വരയ്ക്കുമ്പോൾ മാത്രമാണ് സൈനും കോസും തമ്മിലുള്ള റിലേഷൻ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ഒന്ന് രണ്ടാമതുമായിട്ട് 90 ഡിഗ്രി ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ എ സി കോസ് 2πf സി ടി പ്ലസ് 5 ഈ ഇക്വേഷനകത്ത് കുറച്ച് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. എ സി ഈസ് ദ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്, ദെൻ 2πf സി എന്നൊരു കാര്യം വന്നിട്ടുണ്ട്. അതിനകത്ത് എഫ് സി എന്ന് പറഞ്ഞ ഫ്രീക്വൻസി, ദെൻ 2πf സി എന്ന് പറയുന്നത് ആംഗുലർ ഫ്രീക്വൻസി, ഫൈനലി 5 എന്ന് പറയുന്നത് ഫേസ്. അപ്പോൾ ഇതിനകത്ത് ഫ്രീക്വൻസി, ആംഗുലർ ഫ്രീക്വൻസി പ്ലസ് ഫേസ്, ഇതിനെ നമ്മൾ ആംഗിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഓഫ് എ സൈൻ വേവ് ക്യാൻ ബി റീറിട്ടൺ ആസ് എ സി കോസ് തീറ്റ. ആംഗിളിൻ്റെ വാല്യൂ തീറ്റ എന്നാണെങ്കിൽ എ സി കോസ് തീറ്റ എന്ന് എഴുതാം, അല്ലെങ്കിൽ എ സി സൈൻ തീറ്റ എന്ന് പറയും, തീറ്റ. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും,
ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് വേണം എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ഫ്രീക്വൻസി പ്ലസ് ഫേസിനെ നമ്മൾ ആംഗിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കൊരു സൈൻ വേവിന്റെ ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വേണമെങ്കിൽ എ സി സൈൻ തീറ്റയിൽ നിന്ന് തുടങ്ങാൻ പറ്റും. അപ്പോൾ എ സി സൈൻ തീറ്റേനെ അല്ലെങ്കിൽ എ എം സൈൻ തീറ്റേനെ രണ്ടാമത് എഴുതുമ്പോൾ എ എം സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് എഴുതാം. ദെൻ ഒമേഗ ടീനെ നമുക്ക് 2πf എന്ന് എഴുതാം, 2πf ഇൻറ്റു ടി എന്ന് എഴുതാം. അങ്ങനെ ഓരോ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, ആ സൈൻ വേവിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇതിനകത്തൊരു എഫ് എന്ന് കാണിച്ചിരിക്കുന്നത് എന്താണ്, അതിൻ്റെ ഫ്രീക്വൻസിയാണ്. അപ്പോൾ നമ്മൾ സൈൻ വേവ് നമ്മുടെ വീടുകളിലേക്ക് വരുന്ന സപ്ലൈ വോൾട്ടേജിൻ്റെ ഫ്രീക്വൻസി എഫ് ആണ് 50 ഹെർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആംഗിൾ ഓഫ് ഫ്രീക്വൻസി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും, 2π ഇൻറ്റു 50 ആണ്. ഓക്കെ, ഫേസ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് എപ്പോഴും 0 ആയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്, അഡ്വാൻറ്റേജസ് ഓഫ് എ സി ഓവർ ഡി സി. അപ്പൊ ഡി സി എന്താണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടു. ദെൻ എ സിയുടെ ഒരു ബ്രീഫ് ഐഡിയ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ എന്തിനാണ് നമ്മൾ ഈ ഡി സി എന്ന് പറയുന്ന ഒരു ക്ലീൻ ആയിട്ടുള്ള വോൾട്ടേജ് സോഴ്സ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം ഉള്ളപ്പോൾ എന്തിനാണ് എ സിക്ക് വേണ്ടി പോകുന്നത്? അപ്പൊ അതിനുള്ള ആൻസർ ആണ് ഈ സ്ലൈഡ്. ഫസ്റ്റ് വൺ ഇസ് എ സി ഈസ് ഈസി ടു ജനറേറ്റ് ദാൻ ഡി സി. അപ്പോൾ എ സി ആയാലും ഡി സി ആയാലും വി നീഡ് a machine for converting some form of energy into this electrical energy. In both AC and DC generators, we are converting mechanical energy into electrical energy. അപ്പോൾ ഉപയോഗിക്കുന്ന മെഷീൻ, if its output is an AC output, then that machine is called AC machine or AC generator. Then in order to generate DC, we require some other machine called DC generator. The construction wise, there is a small difference between AC generator and DC generator. In the third and fourth modules, you will differentiate what is AC generator and DC generator. If you are comparing AC generator with DC generator, construction wise, AC generation is very easy. So generation of AC is easy compared to DC. അപ്പോൾ മെഷീൻ്റെ കൺസ്ട്രക്ഷൻ എടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളതും എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെക്കാനിസം എപ്പോഴും എ സി ജനറേറ്ററാണ്. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ ജനറേഷൻ വൈസ് ഉള്ള അഡ്വാൻറ്റേജ് അത്. ദെൻ നെക്സ്റ്റ് അഡ്വാൻറ്റേജ്, എ സി ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് യൂസിങ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമേഴ്സ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഇൻ ഡി സി. ട്രാൻസ്ഫോമർ എന്താണ്, ട്രാൻസ്ഫോമറിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഫസ്റ്റ് സെമ്മിൽ പഠിച്ചിരുന്നു. ഓക്കെ, എ സിയിൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമേഴ്സ് ഉപയോഗിക്കാൻ പറ്റും, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ യൂഷ്വലി ഇൻ ട്രാൻസ്മിഷൻ നമ്മൾ എ സി ജനറേറ്റ് ചെയ്യുന്ന ജനറേറ്റിംഗ് സ്റ്റേഷൻസ് ഏതൊക്കെയായിരിക്കും? നമ്മളിപ്പോൾ കേരളത്തിലുള്ളതാണെങ്കിൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സ് ആണ് അല്ലേ. അപ്പം ഇവിടെ മൂലമറ്റം എന്ന് പറയുന്ന സ്ഥലത്ത് ഇടുക്കി ഡാമിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ ഇടുക്കി ഡാം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ, അല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റാണ്. അപ്പോൾ അവിടെ ജനറേറ്റ് ചെയ്യുന്ന എ സി നമുക്ക് നമ്മുടെ കേരളത്തിലെ എല്ലാ സ്ഥലത്തേക്കും എത്തിക്കണം. ഇനി ഇത് കൂടാതെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സ് അല്ലാതെ തെർമൽ ഇലക്ട്രിക്കൽ പ്രോജക്ട്സ് ഉണ്ട്. ബ്രഹ്മപുരം എന്ന് പറയുന്ന സ്ഥലത്തുണ്ട് അല്ലേ, കായംകുളം അവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന എ സി ഉപയോഗിക്കുന്ന നമ്മളുടെ കൺസ്യൂമേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കണമെങ്കിൽ വി ഹാവ് ടു ട്രാൻസ്ഫർ ദിസ് എനർജി ഇൻ ടു ദ ലൊക്കേഷൻ വെയർ ഇറ്റ് ഈസ് യൂസ്ഡ്. അപ്പോൾ അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ വി നീഡ് ഇലക്ട്രിക്കൽ കണക്ഷൻസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് വേണം. അപ്പോൾ ഈ നമുക്ക് വേണ്ട വോൾട്ടേജ് 230 വോൾട്ടാണ്. ജനറേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ എന്തായിരിക്കും, ഒരു കിലോ വോൾട്ട്സിലായിരിക്കും, ചിലപ്പം ഒരു 11 കിലോ വോൾട്ടിലൊക്കെ ആയിരിക്കാം, ചിലപ്പോൾ 22 കിലോ വോൾട്ടിലായിരിക്കാം, 33-ലായിരിക്കാം, 66-ലായിരിക്കാം. അങ്ങനെ ഡിഫറെൻറ്റ് വോൾട്ടേജ് ആയിരിക്കും ഈ എ സി ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ ഈ ജനറേറ്റ് ചെയ്ത ഇലക്ട്രിസിറ്റീനെ ലോസ് കുറവാക്കി, അല്ലെങ്കിൽ ലോസ് വളരെ കുറച്ച് ലോസോടുകൂടി ഈ ഉപയോഗിക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കണം. അപ്പോൾ അതിനുള്ള ലോസ് കുറയ്ക്കാനുള്ള ഒരു മെക്കാനിസം എന്ന് പറയുന്നത് ടു ഇൻക്രീസ് ഇറ്റ്സ് വോൾട്ടേജ് കൂട്ടി ട്രാൻസ്മിറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പം ജനറേറ്റിംഗ് സ്റ്റേഷനിലെ എ സി ജനറേറ്റർ കിട്ടുന്ന അതിൻ്റെ ഔട്ട്പുട്ട് 11 കിലോ വോൾട്ട് ആണെങ്കിൽ
അതിനെ 66ലേക്കോ 33ലേക്കോ ഒക്കെ ട്രാൻസ്ഫോം ചെയ്തിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുള്ള അഡ്വാൻറ്റേജ് നമുക്ക് ലോസ് കുറയ്ക്കാൻ പറ്റും. ഇനി ഡി സി ജനറേറ്റർ ആണെങ്കിൽ നമുക്ക് ഈ വോൾട്ടേജ് അപ്ഗ്രഡേഷൻ എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ് യൂസിങ് ട്രാൻസ്ഫോമർ. നിങ്ങൾ ട്രാൻസ്ഫോമറിൻ്റെ കൺസ്ട്രക്ഷൻ പഠിച്ചപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, അവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ കട്ട് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു അല്ലേ. അപ്പോൾ എ സിയിൽ ഓട്ടോമാറ്റിക്കലി കറണ്ടിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് സെക്കൻഡറിയിൽ ഒരു വോൾട്ടേജ് ഉണ്ടാകുന്നത്. പകരം ഒരു ട്രാൻസ്ഫോമറിലേക്ക് നിങ്ങൾ ഡി സി കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡറിയിൽ 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് അപ്പോ സ്റ്റെപ്പ് ഡൗണോ ഈസി ആയിട്ട് ഡി സിയിൽ നടത്താൻ പറ്റില്ല. ഓക്കെ, അതാണ് സെക്കൻഡ് അഡ്വാൻറ്റേജ്. ദെൻ ഇറ്റ് ഈസ് ചീപ്പർ ടു ജനറേറ്റ് എ സി ദാൻ ഡി സി. ഞാൻ പറഞ്ഞു കൺസ്ട്രക്ഷൻ വൈസും ഈസിയാണ്. അപ്പം നമുക്ക് ദ കോസ്റ്റ് ഫോർ ജനറേറ്റിംഗ് ഡി സി എ സി പവർ ഈസ് ചീപ്പർ ദാൻ ദാറ്റ് ഓഫ് ഡി സി. ഇനി ഡി സിയിൽ നമ്മൾ പവർ ഡി സി ജനറേറ്റർ വെച്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്താലും ഇറ്റ് വിൽ ബി എ പൾസേറ്റിംഗ് ഡി സി. നമ്മൾ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിൻ്റെ ഷേപ്പ് എന്തായിരുന്നോ ആ ഷേപ്പിലുള്ള ഒരു സിഗ്നൽ മാത്രമേ നമുക്ക് ഡി സി ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആ പൾസേറ്റിംഗ് ഡി സിനെ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ വീണ്ടും നമ്മൾ ഫിൽറ്റർ ചെയ്യേണ്ടി വരും. സോ ഫോർത്ത് അഡ്വാൻറ്റേജ് ഈസ് എ സി ജനറേറ്റേഴ്സ് ഹാവ് ഹയർ എഫിഷ്യൻസി ദാൻ ഡി സി. ദെൻ നെക്സ്റ്റ്, ലോസ് ഓഫ് എനർജി ഡ്യൂറിങ് ട്രാൻസ്മിഷൻ ഈസ് നെഗ്ലിജിബിൾ ഫോർ എ സി. ഇതൊക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യമാണ്. ദെൻ എ സി ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ടു ഡി സി. ഓക്കെ, അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ വി ക്യാൻ കൺവേർട്ട് ഇൻ ബിറ്റ്വീൻ എ സി ടു ഡി സി. ഇനി നമ്മൾ ചില ലോഡുകളൊക്കെ ഡി സിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് മിക്കവാറും ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് എല്ലാം ഡി സിയിലാണ്. അപ്പോൾ എ സിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഡി സിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ യൂസിങ് റെക്ടിഫയേഴ്സ്. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജ്. ദെൻ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ദെൻ ലോസസ്, എനർജി ലോസ് വളരെ കുറവാണ്. ഓക്കെ, വി ആർ ഗോയിങ് ടു നെക്സ്റ്റ് സ്ലൈഡ്. Then there are certain disadvantages also in AC power generation. First is interference with the neighboring communication. Then second one, harmonics in the power system. Last one is losses like skin effect and corona loss. First one, interference with the neighboring communication. എന്താണ് ഇൻ്റർഫറൻസ്? നിങ്ങൾ റേഡിയോ അല്ലെങ്കിൽ ടി വി ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ സൗണ്ടിൽ എന്തെങ്കിലും ഒരു വേരിയേഷനൊക്കെ നിങ്ങൾക്ക് തോന്നും. അപ്പം 50 ഹെർട്സ് സിഗ്നലാണ് നമ്മൾ എ സി പവറായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഓഡിബിൾ സിഗ്നൽ 20 to 20 കിലോ ഹെർട്സ് ആണ്. അപ്പോൾ ആ ഓഡിബിൾ സിഗ്നൽ റേഞ്ചിൽ തന്നെയാണ് ഈ എ സി കൂടെ വരുന്നത്. അപ്പോൾ 50 ഹെർട്സ് എന്ന് പറയുന്ന ആ സിഗ്നൽ നമ്മുടെ എ സി പവറിന് വേണമെങ്കിൽ ഒരു ഓഡിയോ ഔട്ട്പുട്ട് ഒരു സ്പീക്കറിനകത്ത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്, വലിയ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലൊക്കെ ഈ എ സി ഇൻ്റർഫറൻസ് ഒരു പ്രോബ്ലം ആയിട്ട് വരും. ഓക്കെ, രണ്ടാമത്തത് ഹാർമോണിക്സ് ഇൻ ദ പവർ സിസ്റ്റം. ഹാർമോണിക്സ് എന്ന് പറഞ്ഞാൽ 50 ഹെർട്സിൻ്റെ മൾട്ടിപ്പിൾസ്, ഓഡ് ഈവൻ മൾട്ടിപ്പിൾസ് ഈ പവർ സിസ്റ്റത്തിൽ ഉണ്ടാവും. അതായത് 50 ഹെർട്സിലുള്ള 50 ഹെർട്സ് ഫ്രീക്വൻസിയിലുള്ള സൈൻ വേവ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതെങ്കിലും നമുക്ക് കിട്ടുന്ന പവറിന് അത്ര ക്ലീൻ ആയിട്ടുള്ള പവർ ആയിരിക്കില്ല. ദർ വിൽ ബി സം ഹാർമോണിക്സ്. അതായത് 50 കൂടാതെ 100 ഹെർട്സിലുള്ള സിഗ്നൽസ് ഉണ്ടാവും, 150 ഹെർട്സിലുള്ള സിഗ്നൽസ് ഉണ്ടാവും, 200 ഹെർട്സിലുള്ള സിഗ്നൽസ് ഉണ്ടാവും. അപ്പോൾ ഒരു ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഹാർമോണിക്സ് കൂടെ ഈ പവറിൻ്റെ കൂടെ ഉണ്ടാവും. ഡി സി എടുത്തു കഴിഞ്ഞാൽ അതുപോലെ ഹാർമോണിക്സോ അല്ലെ ഫ്രീക്വൻസി റിലേറ്റഡ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ദെൻ അടുത്ത രണ്ട് ടൈപ്പ് ലോസസ് ആണ് സ്കിൻ എഫക്റ്റ് ആൻഡ് കൊറോണ ലോസ്. അതായത് എ സി സിഗ്നൽസ് നമ്മളൊരു കണ്ടക്ടറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ലോസ് കൂടുതലായിട്ട് വരുന്നത് ആ കണ്ടക്ടറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എടുത്തു കഴിഞ്ഞാൽ ആ ക്രോസ് സെക്ഷൻ്റെ ഔട്ടർ സൈഡിൽ, അതായത് അതിൻ്റെ സ്കിന്നിൽ ആണ് കൂടുതലായിട്ടും ലോസസ് വരുന്നതെന്ന് പറയും. അപ്പോൾ ഹൈ ഫ്രീക്വൻസി ഹൈ വോൾട്ടേജ് സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ കണ്ടക്ടറിൻ്റെ ഔട്ടർ സൈഡിലായിരിക്കും കൂടുതൽ
ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. അതായത് ഒരേപോലെ അല്ല കറണ്ട് ഒരു കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ രണ്ട് ടൈപ്പ് ലോസസ്. അപ്പോൾ ഡിസഡ്വാൻറ്റേജ് ഇത് മൂന്നുമാണ് എ സി പവറിൻ്റെ. ദെൻ നെക്സ്റ്റ് സ്ലൈഡ്, എ സി വേവ് ഫോം ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മളിപ്പോൾ എ സി വേവ് ഫോം ആയിട്ട് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഒരു സൈൻ വേവിനാണ് അല്ലെ, ഓൾട്ടർനേറ്റിംഗ് സിഗ്നലായിട്ട് കാണിച്ചിരിക്കുന്ന സൈൻ വേവ് ആണ്. അപ്പോൾ ആ ഫസ്റ്റ് ഫിഗർ നോക്കുക, ഒരു കണ്ടിന്യൂസ്ലി വേരിങ് സൈൻ വേവ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് രണ്ട് ഹാഫ് സൈക്കിൾ ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ ആദ്യം കാണിച്ച കറണ്ട് ഗോയിങ് ഫോർവേഡ് ഡയറക്ഷൻ, ഇപ്പോൾ ലോ വോൾട്ടേജിന് ഹൈ വോൾട്ടേജിലേക്ക് അത് മൂവ് ചെയ്യുന്നു. ദെൻ അതിൻ്റെ മാക്സിമം എത്തുമ്പോൾ കറണ്ട് വിൽ ഗോയിങ് ടുവേഴ്സ് എ നെഗറ്റീവ് ഡയറക്ഷൻ, അതായത് പോസിറ്റീവ് പീക്ക് ചെയ്യുന്നു, അത് ഡിക്രീസ് ചെയ്ത് അവസാനം സീറോയിലേക്ക് വരുന്നു, 0 വോൾട്ടിലെത്തുന്നു. ആ സമയത്ത് കറണ്ട് 0 ആയിരിക്കും. പിന്നെ നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് പോകുന്നു, നെഗറ്റീവ് പീക്ക് എത്തുന്നു, വീണ്ടും തിരിച്ച് 0-ലെത്തുന്നു, വീണ്ടും പോസിറ്റീവ് ഹാഫ് സൈക്കിള് റിപ്പീറ്റ് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ ഫിഗർ നോക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു വേവ് ഫോമിൽ ഇതിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഐദർ വോൾട്ടേജ് ഓർ കറണ്ട്. ഇറ്റ് ഈസ് ദ മാക്സിമം പോസിബിൾ വാല്യൂ ദാറ്റ് ക്യാൻ ബി അറ്റൈൻഡ് ബൈ ഇൻ ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. അതിനാണ് പീക്ക് വാല്യൂ അല്ലെങ്കിൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും സെയിം ആയിരിക്കും. ഇനി ഇവിടെ എക്സ് ആക്സസ് കാണിച്ചിരിക്കുന്നത് നോക്കുക, 0, π/2, π, 3π/2, 2π. എന്താണിത്? ടൈമിന് പകരം ആംഗുലർ, ഇത് ആംഗിളാണ് കാണിച്ചിരിക്കുന്നത്. 0 ഡിഗ്രി, 90 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി, ദെൻ 360 ഡിഗ്രി, ദാറ്റ് ഈസ് അഗെയിൻ 0 ഡിഗ്രി. അപ്പോൾ ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇത് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെ നമ്മൾ ക്യാപിറ്റൽ ടി അല്ലെങ്കിൽ ടൈം പീരീഡ് എന്ന് പറയും. അപ്പോൾ ആംഗിൾ അല്ലെങ്കിൽ ടൈം, ഇതാണ് ഒരു സൈൻ വേവിൻ്റെ എക്സ് ആക്സിസ് നമ്മൾ പ്ലോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഒന്നുകിൽ ടൈം എഴുതുക. അപ്പോൾ ഒരു 50 ഹെർട്സ് സിഗ്നൽ ആണെങ്കിൽ ഈ ഒരു ഫുൾ സൈക്കിൾ തീരാനായിട്ട് എടുക്കുന്നത് 1/50 അല്ലെങ്കിൽ 20 മില്ലി സെക്കൻഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ എ സി വേവ് ഫോംസിന് ഒരു 3 ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കിപ്പോൾ പറയാം. ഒന്ന് ടൈം പീരിയഡ്, സെക്കൻഡ് വൺ ഫ്രീക്വൻസി, ദെൻ ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന് പറഞ്ഞു, അതായത് ഇൻസ്റ്റന്റേനിയസ് വേരിയേഷൻ ഇൻ ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ വോൾട്ടേജ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നതെങ്കിൽ വേരിയേഷൻ ഇൻ വോൾട്ടേജ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഇനി കറണ്ട് ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് വിത്ത് റെസ്പെക്ട് ടു ടൈം. അത് നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന മാക്സിമം ആംപ്ലിറ്റ്യൂഡിനെ നമുക്ക് പീക്ക് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാം. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾസ് വരും? 50 ഹെർട്സ് എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡിൽ 50 സൈക്കിൾസ് അത് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഒരു പോയിന്റിലൂടെ എത്ര സൈക്കിൾസ് അറ്റ് എ ടൈം കടന്നു പോകുന്നു അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ കടന്നു പോകുന്നു എന്നുള്ളതാണ് ഫ്രീക്വൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെ ഗ്രാഫിക്കലായിട്ട് കാണിക്കുന്നതാണ് അടുത്ത സ്ലൈഡുകൾ. ആംപ്ലിറ്റ്യൂഡ്, മാക്സിമം ആംപ്ലിറ്റ്യൂഡ്, ദെൻ ടൈം പീരിയഡ്, ദെൻ പീക്ക് ടു പീക്ക് വോൾട്ടേജ്. പീക്ക് ടു പീക്ക് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലെ മാക്സിമം പീക്ക് തൊട്ട് നെഗറ്റീവ് ഹാഫ് സൈക്കിളിലെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വരെയുള്ളത്. ഇപ്പോൾ VM ആണ് ഇതിൻ്റെ മാക്സിമം വോൾട്ടേജ് എങ്കിൽ, അല്ലെ പീക്ക് വോൾട്ടേജ് എങ്കിൽ 2 VM ആണ് പീക്ക് ടു പീക്ക് വോൾട്ടേജ്. ടൈം പീരീഡ് എന്താണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഒരു കംപ്ലീറ്റ് സൈക്കിളിന് എടുക്കുന്ന സമയം. അപ്പോൾ ഒരു സൈക്കിൾ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് സൈക്കിളിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: സിമിലർ പോയിന്റ് ടു അനദർ സിമിലർ പോയിന്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 1 സൈക്കിൾ 2 മെത്തേഡിൽ എടുത്തിരിക്കുന്ന കാണാൻ പറ്റും. 1 സൈക്കിൾ 2 മെത്തേഡിൽ കാണിച്ചിട്ടുണ്ട്. ഒന്നിൽ 0 ടു നെക്സ്റ്റ് 0 അല്ലെ, ഒരു 0യിൽ തുടങ്ങി നെക്സ്റ്റ് 0 ആ പൊസിഷൻ വരെ എത്തുന്ന ഒരു സൈക്കിൾ. മറ്റൊന്ന് കാണിച്ചിരിക്കുന്ന നെഗറ്റീവ് പീക്ക് ടു നെക്സ്റ്റ് നെഗറ്റീവ് പീക്ക്. ഇത് രണ്ട് ക്വാണ്ടിറ്റിയും സെയിം ആയിരിക്കും, രണ്ടിലും ടൈം പീരീഡ് ടി സെയിം ആയിരിക്കും. അപ്പോൾ സിമിലർ പോയിന്റ് ടു നെക്സ്റ്റ് സൈക്കിളിലെ സിമിലർ പോയിന്റ്, ഇതിനെടുക്കുന്ന ടൈമാണ് 1 ടൈം പീരീഡ്.
അപ്പോൾ ടൈം പീരീഡ് ടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രീക്വൻസി ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ടി ഈസ് ഈക്വൽ 1/t. ഫ്രീക്വൻസി 1 ടൈം പീരീഡ് ആണ്. ഇവിടെ രണ്ട് സിഗ്നൽസ് കാണിച്ചിട്ടുണ്ട് വിത്ത് ഡിഫറൻറ്റ് ഫ്രീക്വൻസി അല്ലേ. രണ്ട് ഡിഫറൻറ്റ് ഫ്രീക്വൻസിയിലുള്ള രണ്ട് സിഗ്നൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഒന്ന്, അതിൻ്റെ ടൈം പീരീഡിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇറ്റ്സ് ഫ്രീക്വൻസി ഈസ് ഡിഫറൻറ്റ്. രണ്ടാമത് വന്ന വേറൊരു ഡിഫറൻസ്, ഇറ്റ്സ് പീക്ക് ആംപ്ലിറ്റ്യൂഡ് ഈസ് ഓൾസോ ഡിഫറൻറ്റ്. അപ്പോൾ വൺ ഈസ് ഇൻ 50 ഹെർട്സ്, അനദർ വൺ ഈസ് 60 ഹെർട്സ്. Then in amplitude of 50 hertz signal is maximum amplitude of 50 hertz signal is 325, where that of 60 hertz signal is 156. Next is the phase of an alternating signal. Phase. നിങ്ങൾ ആ ഫിഗർ നോക്കുക. Here one AC waveform is shown. Then its angle varied from 0 to 2 pi. അല്ലേ, ആ എക്സ് ആക്സിസ് കാണുന്നത് ആംഗിൾ. ദെൻ വൈ ആക്സിസ് ഈസ് ദ കറസ്പോണ്ടിങ് വേരിയേഷൻ ഇൻ ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ഇവിടെ ഒരു കറണ്ട് വേവ് ഫോം ആണ് കാണിച്ചിരിക്കുന്നത്. സോ സ്മോൾ ഐ ഈസ് ദ വേരിയബിൾ ഇൻ വൈ ആക്സിസ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇറ്റ് മേ വേരി ഫ്രം 0 ടു എ മാക്സിമം വാല്യൂ, ദെൻ അഗെയിൻ ടു 0 അറ്റ് പൈ ഡിഗ്രി, then increasing towards the negative side and attain a maximum at the negative side, then it will continue up to 2 pi and its value will become 0. Okay, so the corresponding variation in the angle is 0 to 2 pi, in other words 0 to 360 degree. So this variation in the amplitude small I can be represented in terms of a rotating vector. ഇത് വേറെ റെപ്രസെൻറ്റേഷൻ ആണ് ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. എ റൊട്ടേറ്റിംഗ് വെക്റ്റർ വിത്ത് ആംഗുലാർ വെലോസിറ്റി ഒമേഗ. നോക്കുക, ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ. ഒമേഗ എന്ന് പറയുന്ന ആ ഫ്രീക്വൻസിയിൽ ഒരു വെക്റ്റർ സാമ്പിൾ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഈസ് ഐ എം ഈസ് വേരിയിങ്, റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ദെൻ വാട്ട് ഈസ് ദ പാരാമീറ്റർ ചേഞ്ചിങ് ഹിയർ? തീറ്റ വിൽ ചേഞ്ച് ഇല്ലേ. നമുക്ക് ആ വെക്ടർ റെപ്രസെൻറ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 0 ടു 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു വെക്ടർ ആയിട്ട് നമുക്ക് അതിനെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ റൊട്ടേറ്റ് ചെയ്യുന്ന അനുസരിച്ച് അതിൻ്റെ റിലേറ്റീവ് ആംപ്ലിറ്റ്യൂഡാണ് നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന എ സി സൈൻ വേവ്. ഓക്കെ, അതിൻ്റെ പൊസിഷനാണ് നമ്മളത് മാർക്ക് ചെയ്യുക. അപ്പോൾ നോക്കുക, ആ ഐ എം എഴുതിയിരിക്കുന്ന ആ ഒരു വെക്ടർ റൊട്ടേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് 90 ഡിഗ്രി, അതായത് തീറ്റ ആയിക്കോട്ടെ 90 ഡിഗ്രി എത്തുമ്പോൾ നിങ്ങൾക്കത് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ എത്തുന്നു എന്ന് പറയാൻ പറ്റും. ദെൻ 90 ടു 180 വേരി ചെയ്യുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് കുറയുന്നതായിട്ട് കാണാൻ പറ്റും. തീറ്റ വിൽ വേരി ഫ്രം 0 ടു 180. ദെൻ ഇത് റൊട്ടേറ്റ് ചെയ്ത് അതിൻ്റെ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 360 ഡിഗ്രിയും ഇത് റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ കറസ്പോണ്ടിങ് ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി ഇതൊരു സൈൻ വേവിൻ്റെ ഫോമാണെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഫേസ്, വാട്ട് ഈസ് ദ ഫേസ് ഓഫ് ദിസ് സിഗ്നൽ? ഫേസ് നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ ബേസിക് ഇലക്ട്രോണിക്സിൽ ഏകദേശം ഒന്ന് പറഞ്ഞിരുന്നു. അതായത് എപ്പോഴും ഫേസ് തനിച്ച് നിൽക്കുന്ന ഒരു പോയിന്റ് ആയിട്ട്, ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടല്ല പറയുന്നത്, മറ്റെന്തെങ്കിലും ഒരു റെഫറൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫേസ് ഓഫ് എ സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഓൾവേസ് വി ആർ കമ്പയറിംഗ് വിത്ത് ദ ഒറിജിൻ. ഓക്കെ, അപ്പോൾ ഒറിജിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ സിഗ്നൽ ഇപ്പോൾ ഏത് പൊസിഷനിൽ നിൽക്കുന്നു, അതാണ് ഫേസ് ഓഫ് ദാറ്റ് സിഗ്നൽ എന്ന് പറയുന്നത്. സോ ഫേസ് ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിവിഷണൽ പാർട്ട് ഓഫ് എ സൈക്കിൾ ത്രൂ വിച്ച് ദ ക്വാണ്ടിറ്റി മൂവ് ഫോർവേഡ് ഫ്രം എ സെലക്റ്റഡ് ഒറിജിൻ. അപ്പോൾ ഡീഫോൾട്ടായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് 0 ഡിഗ്രി എന്നാണെങ്കിൽ ആ 0 ഡിഗ്രിന്ന് എത്ര ഡിഗ്രി അത് മാറിയിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ കറസ്പോണ്ടിങ് ഫേസ്. അപ്പോൾ ഫേസ് എങ്ങനെ വേരി ചെയ്യുന്നു? 0 ടു 180 ഡിഗ്രി ചേഞ്ച് ചെയ്യും നമ്മളൊരു റെഫറൻസ് പോയിന്റ് മാറ്റുന്നതനുസരിച്ച്. അപ്പോൾ ഈ ഫേസ് ഓഫ് ആൻ ഓൾട്ടർനേറ്റീവ് സിഗ്നൽ നമ്മളൊരു പർട്ടിക്കുലർ മൊമെന്റിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എവിടെ നിൽക്കുന്നു, അപ്പോൾ നമ്മൾ എടുക്കുന്ന റെഫറൻസുമായിട്ട് എത്ര ഡിഗ്രി മാറിയിട്ടാണ് നിൽക്കുന്നത്, അതാണ് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു സിഗ്നലിന് അതിൻ്റെ തന്നെ ഫേസ് കാണിക്കുന്നതിന് പകരം നമ്മൾ സാധാരണ രണ്ട് സിഗ്നൽ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ആണ് സാധാരണ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. ഓക്കെ, അപ്പം രണ്ട് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ, രണ്ട് ഓൾട്ടർനേറ്റീവ് സിഗ്നൽ ഉണ്ടെങ്കിൽ വി ക്യാൻ
explain the phase difference in between these two signals. ഓക്കെ, അപ്പോൾ അത് ഒരുപോലെയാണ് വേരി ചെയ്യുന്നതെങ്കിൽ വി വിൽ കോൾ ദം ഇൻ ഫേസ് സിഗ്നൽസ്, അതർവൈസ് ദേ വിൽ ബി ഇൻ ഔട്ട് ഓഫ് ഫേസ്. ഔട്ട് ഓഫ് ഫേസ് എന്ന് പറയുമ്പം ചിലപ്പോൾ രണ്ട് കേസ് വരാം, ഒന്നെങ്കിൽ പുറകിലാവാം അല്ലെങ്കിൽ മുൻപിലാവാം. അപ്പം നമ്മൾ അതിനെ ഫേസ് ലാഗിങ് എന്നും ലീഡിങ് എന്നും പറയും. ഓക്കെ, അപ്പോൾ ഫേസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഡിവിഷണൽ പാർട്ട് ഓഫ് എ സൈക്കിൾ ത്രൂ വിച്ച് ദ ക്വാണ്ടിറ്റി മൂവ്സ് ഫോർവേഡ് ഫ്രം എ സെലക്ടഡ് ഒറിജിൻ. നിങ്ങൾ ആ സ്ലൈഡിനകത്ത് അതിൻ്റെ ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റ് റെഫറൻസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ എത്ര ഡിഗ്രി അത് മാറിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ആ ആംഗുലർ പൊസിഷൻ കാണിച്ചിരിക്കുന്നതിനകത്ത് 0 ഡിഗ്രിന്ന് തീറ്റ ഡിഗ്രി മാറിയിട്ടാണ് ഇപ്പൊ അതിന്റെ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫേസിന് മാക്സിമം 0 to 360 ഡിഗ്രി ചേഞ്ച് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ റെഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫേസ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു സിഗ്നലേ ഉള്ളെങ്കിൽ നമ്മൾ ഒറിജിൻ ആയിരിക്കും ഫേസ് ആയിട്ട് എടുക്കുക. ഓക്കെ, അതാണ് ഫേസ് ഓഫ് എ സിഗ്നൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കേസ് ഇൻ ഫേസ് സിഗ്നൽ. നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും, ഫിഗർ നോക്കുക. ദർ ആർ ടു സിഗ്നൽസ് ഇൻ ഫേസ്. എന്താണ് എൻ്റെ പ്രത്യേകത നോക്കുക. വൺ ഈസ്, നമുക്കത് അസ്യൂം ചെയ്യാം വോൾട്ടേജ് സിഗ്നൽ എന്നും രണ്ടാമത്തെ കറണ്ട് സിഗ്നൽ എന്നും അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ രണ്ടും ഇൻ ഫേസ് സിഗ്നൽ എന്ന് പറയാൻ കാരണം എന്താണെന്ന് നോക്കുക. നമ്മൾ ഫേസ് ഡിഫറൻസ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ട്, ദ സിഗ്നൽസ് മസ്റ്റ് ബി ഇൻ സെയിം ഫ്രീക്വൻസി. ഹിയർ ടു കറണ്ട് സിഗ്നൽസ് ആർ ഷോൺ, IM1 and IM2. Okay, then these two signals attains the maximum and the minimum at the same time. Okay, അപ്പോൾ ഇത് സൈൻ വേവ് ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഏത് സിഗ്നൽസും കാണിക്കാൻ പറ്റും, ഓൾട്ടർനേറ്റീവ് സിഗ്നൽസ് കാണിക്കാൻ പറ്റും. അപ്പോൾ ദ സിഗ്നൽസ് ഹൂസ് ആംപ്ലിറ്റ്യൂഡ് ഈസ് നോട്ട് അല്ലെങ്കിൽ അതിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഈസ് നോട്ട് കൺസിഡറിങ് ഫോർ explain the phase. Then when these signals attains their maximum, then 0, then lowest minimum, ഇതെല്ലാം ഒരേ സമയത്താണെങ്കിൽ the both signals are said to be in phase. അപ്പോൾ IM1 ഉം IM2 ഉം in phase ആണ്. കാരണം the signal starts at the same point, then attains a maximum at 90 degree, then attains 0 at pi degree, then attains negative maxima at 3 pi by 2, that is 270 degree, then attains again 0 at 2 pi. So both signals varies proportionally. There may be a change in the amplitude. Proportionate amplitude may change, but they are attaining the maximum, minimum and lowest minimum in same time. So both signals are in phase. Then only difference is their amplitude. ആംപ്ലിറ്റ്യൂഡിന് വേരിയേഷൻ ഉണ്ട്. കമ്പാരിറ്റീവ്ലി ദർ ഈസ് എ റേഷ്യോ അല്ലേ. അപ്പോൾ ഒന്നാമത്തെ സിഗ്നലിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡിനെ നമ്മൾ IM1 ആണെങ്കിൽ രണ്ടാമത്തെ തന്നെ IM2 ആണ്. അപ്പോൾ രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് ആംപ്ലിറ്റ്യൂഡിൽ. പക്ഷേ അത് ഈ രണ്ട് മാക്സിമം ആംപ്ലിറ്റ്യൂഡും അറ്റൈൻ ചെയ്യുന്ന സമയം ഒന്നാണ്. ഓക്കെ, സോ ഇൻ കേസ് ഓഫ് എ ഇൻ ഫേസ് സിഗ്നൽ, the movement of this vector will be same. So in the left side you can see one vector IM. We can resolve these IM1 into two vectors, IM1 and IM2 with two different amplitudes. നിങ്ങൾക്ക് അത് അസ്യൂം ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന IM എന്ന് പറഞ്ഞൊരു ജനറലി കാണിച്ചിരിക്കുന്നത് ഒരു സിഗ്നൽ മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതേ സിഗ്നൽ ഡയറക്ഷനിൽ, അതേ വെക്ടർ ഡയറക്ഷനിൽ ഒരു IM1 എന്നും IM2 എന്നും രണ്ടായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ദ കറക്റ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ദിസ് ടു സിഗ്നൽസ്. ഓക്കെ, അപ്പോൾ ഇൻഫേസ് സിഗ്നലിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ പോലെ വേരി ചെയ്യുന്ന രണ്ട് സിഗ്നൽ, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡിന് മാത്രം വ്യത്യാസം, ഫ്രീക്വൻസി സെയിം ആയിരിക്കും, ഫേസ് സെയിം ആയിരിക്കും. അപ്പോൾ ഇൻഡിവിജ്വൽ ഫേസ് എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ഫേസ് എങ്ങനെ ആയിരിക്കും, ഇൻഡിവിജ്വലി, അതായത് രണ്ടും ഒരേപോലെ വേരി ചെയ്യുന്ന ഫേസ്. സോ ഫേസ് ഡിഫറൻസ് 0 ആയതുകൊണ്ട് ദീസ് സിഗ്നൽസ് ആർ കോൾഡ് ഇൻ ഫേസ് സിഗ്നൽസ്. ദെൻ ഫേസ് ഡിഫറൻസ് എന്തായിരിക്കും, ഒരു റെഫറൻസിനെ ബേസ് ചെയ്ത് നമുക്കത് തമ്മിൽ ഫേസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ ദീസ് സിഗ്നൽസ് വിൽ ഹാവ് എ ഫേസ് ഡിഫറൻസ്. നോക്കുക ഈ ഒരു അടുത്ത ഒരു എക്സാമ്പിൾ.
റൈറ്റ് സൈഡിൽ താഴെ കാണിച്ചിരിക്കുന്ന ഫിഗർ നോക്കുക. ദർ ആർ ടു സിഗ്നൽസ് IM1 ആൻഡ് IM2 ഓഫ് സെയിം ഫ്രീക്വൻസി. ഇവിടെ ഫ്രീക്വൻസി സെയിം ആണ്, ആംപ്ലിറ്റ്യൂഡ് ഡിഫറെന്റ് ആണ്, ഫേസ് ഡിഫറെന്റ് ആണ്. നോക്കുക എന്താണ് അതിന്റെ വ്യത്യാസം. ഒന്ന് IM2 ദെൻ IM1. IM2 ഒരേ ഫ്രീക്വൻസിയാണ് IM1ഉമായിട്ട്, പക്ഷേ IM2 അതായത് ആംപ്ലിറ്റ്യൂഡ് കുറവുള്ള സിഗ്നൽ നോക്കുക. ഇറ്റ് അറ്റൈൻസ് എ മാക്സിമം വാല്യൂ അറ്റ് എ ലോവർ ടൈം. അല്ലെ, ആദ്യം മാക്സിമത്തിൽ എത്തുന്നത് IM2 ആണ്. ദെൻ വെൻ തീറ്റ അല്ലെങ്കിൽ ആംഗിൾ ഈക്വൽ ടു 90 ഡിഗ്രി എത്തുമ്പോൾ മാത്രമാണ് IM1 മാക്സിമം എത്തുന്നത്. സോ both signals have the same frequency but they attains their maximum or similar point at a different time. This difference is called phase difference. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. one signal is compared to another one is lagging, അല്ലെങ്കിൽ തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ one is leading. ലാഗ് ചെയ്യാന്ന് പറഞ്ഞാൽ ലീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്. ഒന്ന് പുറകിലാണ്, ഒന്ന് മുൻപിലാണ്. അപ്പൊ ടൈം എടുത്തു കഴിയുമ്പോൾ ഏറ്റവും ആദ്യം മാക്സിമത്തിൽ എത്തുന്നതാണ് ലീഡിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു എക്സാമ്പിളിൽ ലീഡിങ് സിഗ്നൽ വിൽ അറ്റൈൻ ഇറ്റ്സ് മാക്സിമം വാല്യൂ അറ്റ് എ ലെസർ ടൈം. സോ അടുത്തത് നമ്മൾ S2ൽ പറഞ്ഞ വേറൊരു കാര്യമാണ് ആവറേജ് വാല്യൂ ഓഫ് എ സൈൻ വേവ്. എന്താണ് ആവറേജ് വാല്യൂ? നമ്മൾ DC സിഗ്നലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ഹാവ് എ കോൺസ്റ്റന്റ് ആവറേജ് വാല്യൂ. ഇപ്പോൾ 5 വോൾട്ടിലുള്ള ഒരു സിഗ്നൽ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് ആവറേജ് വാല്യൂ റിമെയിൻസ് കോൺസ്റ്റന്റ് ആൻഡ് ഈസ് ഈക്വൽ ടു 5 വോൾട്ട്. എപ്പോഴും നമുക്ക് 5 വോൾട്ട് ഔട്ട്പുട്ട് കിട്ടുന്നു. ഇറ്റ്സ് ആവറേജ് ഈസ് 5 വോൾട്ട്. അപ്പം എന്താണ് ഒരു ഓൾട്ടർനേറ്റീവ് സിഗ്നലിൻ്റെ ആവറേജ്? അതായത് ഓരോ ഇൻസ്റ്റൻറ്റിലെയും വാല്യൂ എടുത്തിട്ട് എത്ര ഇൻസ്റ്റൻസ് ഉണ്ടോ അത് വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഒരു കംപ്ലീറ്റ് സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ ഒരു സൈൻ വേവിൻ്റെ ആവറേജ് 0 ആയിരിക്കും. കാരണം പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എല്ലാ പോയിന്റ്സും പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എല്ലാ പോയിന്റ്സും നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആവറേജ് എടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ സം ചെയ്തിട്ട് അതിൻ്റെ എത്ര പോയിന്റ്സ് എടുത്തിട്ടുണ്ടോ അത് വെച്ച് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആവറേജ് ഈക്വൽ ടു 0 എന്നാണ്. ഒരു ഓൾട്ടർനേറ്റീവ് സിഗ്നലിൻ്റെ കേസിൽ ഹാഫ് സൈക്കിൾ എടുക്കണം. ഹാഫ് സൈക്കിളിൽ ഇതിൻ്റെ ആവറേജ് പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇതിൻ്റെ ആവറേജ് നെഗറ്റീവ് ആയിരിക്കും. അപ്പം ഇത് രണ്ടും കൂടെ സം ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത് 0. അപ്പോൾ ഇതിൻ്റെ ഒരു ആവറേജ് വാല്യൂൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡ് കിട്ടണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഹാഫ് സൈക്കിൾ മാത്രമായിട്ട് എടുക്കും. അപ്പോൾ സാധാരണ നമുക്ക് ഈ സൈൻ വേവിൻ്റെ കേസിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എടുക്കാം. അപ്പം അതിൻ്റെ ആവറേജ് വാല്യൂ എടുക്കുന്നത് എങ്ങനെയായിരിക്കും? ആവറേജ് 0 to π വരെയുള്ള വാല്യൂ എടുക്കണം. ഇപ്പോൾ 0 to π വരെയുള്ള ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 0യിൽ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണെന്ന് നോക്കുക. ദെൻ അതിന് തൊട്ടടുത്ത ടൈമിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണെന്ന് നോക്കുക. അതിൻ്റെ തൊട്ടടുത്ത ആംപ്ലിറ്റ്യൂഡ് എടുക്കുക. അങ്ങനെ ആംപ്ലിറ്റ്യൂഡ് വാല്യൂസ് എല്ലാം എടുക്കുക. അതിപ്പോൾ V1, V2, V3, V4, V5 അപ്പ് ടു Vn വരെയാണ് ഇതിൻ്റെ ഈ പോസിറ്റീവ് പീക്ക് വരെ ഉള്ളതെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയിട്ട് ഉള്ള കുറച്ച് വാല്യൂസ് ആയിരിക്കും ഇതിന് നെഗറ്റീവ് സൈഡ് അല്ലെങ്കിൽ ഈ പീക്കിന് ശേഷമുള്ള വാല്യൂസ് വരുന്നത്. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം തമ്മിൽ ആഡ് ചെയ്യുക. ദെൻ ഡിവൈഡ് ബൈ എത്ര പോയിന്റ്സ് ആണ് നമ്മളിവിടെ എക്സ് ആക്സസിൽ എടുത്തത് അത് വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ സാധാരണ നമ്മൾ ഇതുപോലെയുള്ള കണ്ടിന്യൂസ് സിഗ്നൽസിനെ ഇതുപോലെ ആവറേജ് എടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് ഇൻ്റഗ്രേഷനാണ്, അല്ലേ? അപ്പം ഈ സിഗ്നലിൻ്റെ ഇക്വേഷൻ സൈൻ വേവ് എന്നാണ്, അല്ലേ? സൈൻ വേവ് ആയതുകൊണ്ട് നമുക്കതിനെ ഒരു VM സൈൻ തീറ്റ അല്ലെങ്കിൽ VM സൈൻ ഒമേഗ ടി എന്നൊക്കെ എഴുതാം. അപ്പോൾ ഈ ഹാഫ് സൈക്കിളിൻ്റെ ഇതിൻ്റെ ആവറേജ് കിട്ടാനായിട്ട് നമ്മൾ S2 ബേസിക് ഇലക്ട്രോണിക്സ് പഠിച്ചിരുന്നു. ഇൻ്റഗ്രേഷൻ ഓഫ് ദിസ് സിഗ്നൽ ഫ്രം 0 to π. 0 to 2π എടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ആൻസർ 0. അതുകൊണ്ട് ഹാഫ് സൈക്കിളിലെ മാത്രം ആവറേജ് എടുക്കുന്നു, സ്റ്റാർട്ടിങ് ഫ്രം 0 അപ് ടു π. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഇൻ്റഗ്രൽ 0 to π സൈൻ തീറ്റ. ഓക്കെ, ദെൻ ആവറേജ് എടുക്കുമ്പോൾ ഡിവൈഡ് ബൈ π എന്നും കൂടെ വരും, അല്ലേ?
അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ ഓഫ് 1/π ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സൈൻ തീറ്റ എന്ന് വരും. അപ്പോൾ ആ സൈൻ തീറ്റ ഒരു മാക്സിമം വാല്യൂ ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് വി പി എന്നാണ് കൊടുക്കുന്നതെങ്കിൽ വി പി ബൈ പൈ ഇൻറ്റു ഇൻ്റഗ്രൽ സൈൻ തീറ്റ എന്ന് വരും. ഓക്കെ, അപ്പോൾ ആ സൈനിനെ 0 to π വരെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 ആയിരിക്കും, 2 ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ വി പി ബൈ പൈ ഇൻറ്റു 2 എന്ന് കിട്ടും. വി പി എന്ന് പറഞ്ഞാൽ ഈ സിഗ്നലിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആണ് വി പി. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്നത് നമുക്ക് 2 Vp ഡിവൈഡ് ബൈ പൈ എന്ന് കിട്ടും. അപ്പം 2/π എന്ന് പറയുന്നത് 0.637 ആയതുകൊണ്ട് 0.637 Vp എന്നായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, ഇതാണ് ഒരു സൈൻ വേവിന്റെ ഏതെങ്കിലും ഒരു ഹാഫ് സൈക്കിളിലെ ആവറേജ് വാല്യൂ. അപ്പോൾ ഈ ഫിഗർ നോക്കുക, ലെഫ്റ്റ് സൈഡിൽ താഴെ കൊടുത്തിരിക്കുന്ന ഫിഗർ നോക്കുക. ഈ രണ്ട് സൈക്കിളിന്റെയും ആവറേജ് സെപ്പറേറ്റ് കാണിച്ചിട്ടുണ്ട്. ഒന്ന് മുകളിലത്തെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെ ആവറേജ് 0.637 ഇൻറ്റു വി പി. ദെൻ നെഗറ്റീവ് ഏരിയയുടെ ആവറേജ് വാല്യൂ 0.637 ഇൻറ്റു മൈനസ് വി പി. അത് മൈനസ് വി പി വരാൻ കാരണം നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എടുക്കുമ്പോൾ അതിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് മൈനസ് വി പി ആണ്. ഓക്കെ, ഇനി 0 to 2π ഫുൾ സൈക്കിളിൻ്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് ഡിവൈഡ് ബൈ 2 എടുക്കുമ്പോൾ നമുക്ക് 0 കിട്ടും. ഓക്കെ, അപ്പോൾ ആവറേജ് വാല്യൂ ഓഫ് എ സൈൻ വേവ് എന്ന് പറയുന്നത് 0.637 ഇൻറ്റു പീക്ക് വാല്യൂ. അപ്പോൾ അത് വോൾട്ടേജ് ആണെങ്കിൽ നമ്മൾ വി പി എന്ന് എഴുതുന്നു, കറണ്ട് ആണെങ്കിൽ ഐ പി എന്ന് എഴുതുന്നു. അപ്പോൾ 0.637 ഇൻറ്റു മാക്സിമം വാല്യൂ ആണ് ഒരു ഹാഫ് സൈക്കിളിലെ ആവറേജ് വാല്യൂ. ഫുൾ സൈക്കിളിലെ ആവറേജ് വാല്യൂ ഈക്വൽ ടു 0 ആണ്. ആർ എം എസ് വാല്യൂ ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ആർ എം എസിന്റെ ഫുൾ ഫോം റൂട്ട് മീൻ സ്ക്വയർ. റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഓഫ് എ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, അപ്പം അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്. റൂട്ട് മീൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആവറേജ് എടുത്തപ്പോൾ നമ്മൾ ഓരോ പോയിന്റിൻ്റെയും അല്ലെങ്കിൽ ഓരോ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എടുത്തിട്ട് അതിനെ സം ചെയ്ത് അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് സാമ്പിൾസ് വെച്ച് ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് മീൻ ആണ് എടുത്തത്. അപ്പോൾ റൂട്ട് മീൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് സ്ക്വയർ റൂട്ട് ഉണ്ട്, മീൻ എടുത്തിട്ടുണ്ട്, സ്ക്വയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവറേജ് എടുത്തപ്പോൾ നമ്മൾ V1 V2 V3 V4 V5 ആണ് എടുത്തെങ്കിൽ നമ്മൾ ആവറേജ് എടുക്കാൻ ചെയ്തിരുന്ന ടെക്നിക്ക് V1 പ്ലസ് V2 പ്ലസ് V3 പ്ലസ് V4 പ്ലസ് അപ് ടു Vn ദ ഹോൾ ഡിവൈഡ് ബൈ n ആണ് എടുത്തിരുന്നത്. അപ്പോൾ ആർ എം എസ് വാല്യൂ എടുക്കുമ്പോൾ അവിടെ റൂട്ട് സ്ക്വയർ റൂട്ട് ഉണ്ട്, ഇപ്പോൾ പറഞ്ഞ പോലെ മീൻ ഉണ്ട്, ദെൻ സ്ക്വയർ ഉണ്ട്. അപ്പോൾ അവിടെ എടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: സ്ക്വയർ റൂട്ട് ഓഫ് V1 സ്ക്വയർ പ്ലസ് V2 സ്ക്വയർ പ്ലസ് V3 സ്ക്വയർ പ്ലസ് അപ് ടു Vn സ്ക്വയർ ദ ഹോൾ ഡിവൈഡ് ബൈ n. അപ്പോൾ ഡിവൈഡ് ബൈ n എന്ന് പറയുന്നതാണ് മീൻ എടുക്കുന്നത്. അപ്പം V1 സ്ക്വയർ എടുത്തുകൊണ്ട് നമ്മൾ സ്ക്വയർ എന്ന് പറയുന്ന ടൈം എടുത്തിട്ടുണ്ട്. ദ ഹോൾ റൂട്ട് എടുക്കുന്നതുകൊണ്ട് നമുക്ക് റൂട്ടും ഉണ്ട്. അപ്പോൾ റൂട്ട് മീൻ സ്ക്വയർ എന്ന് പറയുന്ന ആർ എം എസ് വാല്യൂ ആണ് അടുത്ത ടൈം. അപ്പോൾ എന്തിനാണ് ഈ ആർ എം എസ് വാല്യൂ എടുക്കുന്നത് എന്നുള്ളതാണ് ഈ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത്. നമ്മളൊരു ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തതിനകത്ത് ഒരു ഡി സി സോഴ്സും ഒരു റെസിസ്റ്ററും കൊടുത്തിട്ടുണ്ട്. ആദ്യത്തേലൊരു എ സി സോഴ്സും റെസിസ്റ്ററും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡി സി സോഴ്സ് കൊടുക്കുമ്പോൾ നമുക്കറിയാം അവിടെ ആ റെസിസ്റ്ററിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവും. ആ കറണ്ടിൻ്റെ ഡയറക്ഷൻ യുണീക്ക് സിംഗിൾ ഡയറക്ഷൻ ആണ്. അപ്പോൾ അത് പ്ലസ് ടു മൈനസ്, ഇപ്പോൾ ബാറ്ററിയുടെ പോസിറ്റീവ് തുടങ്ങിയിട്ട് ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് ത്രൂ ദ റെസിസ്റ്റൻസ് കറണ്ട് ഫ്ലോ ചെയ്യും. ആ കറണ്ടിന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാൻ പറ്റും, I ഇസ് ഈക്വൽ ടു V ബൈ ആർ. അപ്പോൾ ഇവിടെ വി ഡി സി ആണെങ്കിൽ വി ഡി സി ബൈ ആർ എമൗണ്ട് ഓഫ് കറണ്ട് അതുവഴി ഫ്ലോ ചെയ്യും. അപ്പോൾ കറണ്ട് ഇതുവഴി ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഒരു പവർ ഡെസിപ്പേഷൻ ഉണ്ടാവും. പവർ I എമൗണ്ട് കറണ്ട് ഫ്ലോ ചെയ്യുകയാണ് I സ്ക്വയർ ഇൻറ്റു ആർ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, I സ്ക്വയർ ഇൻറ്റു ആർ, കറണ്ടിൻ്റെ സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസ് എന്ന് പറയാം. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ്, ആ ഹീറ്റ് എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് പവർ ഡെസിപ്പേഷനുമായി സെയിം ആയിരിക്കും. അപ്പോൾ റൂട്ട് മീൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ
ഈ രണ്ട് സർക്യൂട്ടും നിങ്ങൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് സർക്യൂട്ടിലും സെയിം റെസിസ്റ്റൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്തേതിൽ ഡി സി സോഴ്സും ഒന്നാമത്തേതിൽ എ സി സോഴ്സും ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഡി സി സോഴ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് പവർ കണ്ടുപിടിക്കാൻ ഈസിയാണ്. ഐ സ്ക്വയർ ഇൻറ്റു ആർ അല്ലെങ്കിൽ വി ഇൻറ്റു ഐ എന്നൊക്കെ പറഞ്ഞെടുക്കാം. പക്ഷേ എ സി ആണെങ്കിൽ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. നമുക്ക് ഈസി ആയിട്ട് ഐ സ്ക്വയർ ആർ എന്നോ അല്ലെങ്കിൽ വി ബൈ ഐ എന്നോ ഒന്നും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പവർ അത്രയാണെന്ന് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ എ സി ആണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ സെയിം എമൗണ്ട് പവർ, അതായത് സെയിം എമൗണ്ട് ഹീറ്റ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ എത്ര ആംപ്ലിറ്റ്യൂഡ് ഉള്ള എ സി സിഗ്നൽ കൊടുക്കണം, അല്ലെങ്കിൽ ഡി സി ഇക്വലൻ്റ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ എ സി, അതിനെയാണ് ആർ എം എസ് എന്ന് പറയുന്നത്. ഓക്കെ, വാല്യൂ ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് is the value of direct current when flowing through a circuit or resistor for specific time period that produce same amount of power. ഇപ്പം നമ്മുടെ വീടുകളിലേക്ക് വരുന്ന സിഗ്നൽ നമ്മൾ 230 വോൾട്ട് 50 ഹെർട്സ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ 230 വോൾട്ട് എന്ന് പറയുന്നത് ആർ എം എസ് ആണ്. ഓക്കെ, ആർ എം എസ് വാല്യൂ ഓഫ് എ സി സിഗ്നലാണ് 230 വോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആർ എം എസ് എന്ന് പറഞ്ഞാൽ 230 വോൾട്ട് എന്ന് പറഞ്ഞാൽ 230 വോൾട്ട് ഡി സി കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന അത്രയും പവർ ജനറേറ്റ് ചെയ്യുന്ന എ സി ഇക്വലൻ്റ് വോൾട്ടേജ് ആണ് 230 വോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ 230 എന്ന് പറയുമ്പോൾ അതിൻ്റെ മാക്സിമം വാല്യൂ 230 അല്ല, 230 ഇൻറ്റു √2 വരും. അപ്പോൾ വി ആർ എം എസും വി മാക്സിമം തമ്മിലുള്ള റിലേഷൻ ഇതാണ്. വി ആർ എം എസ് ഈക്വൽ ടു വി പി ഡിവൈഡ് ബൈ √2 വരും. അപ്പോൾ വി പി എന്ന് പറയുന്ന മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത് വി ആർ എം എസ് ഇൻറ്റു √2, അതായത് 230 ഇൻറ്റു √2 ആണ് നമ്മുടെ വീടുകളിൽ വരുന്ന സപ്ലൈ വോൾട്ടേജിൻ്റെ മാക്സിമം വോൾട്ടേജ്. അപ്പോൾ ആർ എം എസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ, ഇറ്റ് ഈസ് ദ ഈക്വലൻറ്റ് വോൾട്ടേജ് ഇൻ ദ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ദാറ്റ് വിൽ ക്രിയേറ്റ് ദ സെയിം എമൗണ്ട് ഓഫ് പവർ ഈക്വലൻറ്റ് ടു എ ഡി സി. ഡി സി ഈക്വലൻ്റ് ഓഫ് ആൻ എ സി എന്ന് വേണമെങ്കിൽ സിമ്പിളായിട്ട് പറയാൻ പറ്റും. അപ്പോൾ ആർ എം എസ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം, നിങ്ങൾ അടുത്ത സ്ലൈഡ് നോക്കുക. അപ്പം ആർ എം എസ് വാല്യൂ നമുക്ക് ഫുൾ സൈക്കിളിൽ എടുക്കാം, ഹാഫ് സൈക്കിളിൽ എടുക്കാം. അപ്പം ഇത് റൂട്ട് മീൻ സ്ക്വയർ ആ രീതിയിൽ മീൻ എടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ ആവറേജ് വാല്യൂ 0 ആവുന്ന പോലെ ഇവിടെ 0 ആവില്ല. അപ്പോൾ അതുകൊണ്ട് ആർ എം എസ് വാല്യൂവിൻ്റെ ഇക്വേഷൻ നോക്കുക. സം ഓഫ് മിഡ് ഓർഡിനേറ്റ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു V12 12 സാമ്പിൾസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഡിപ്പെൻസ് അപ്പോൺ ദ ആക്യുറസി ദാറ്റ് വി റിക്വയർ. ഹിയർ ഓൺലി വി ആർ ടേക്കിംഗ് ഓൺലി 12 samples, V1 to V12. So the sum of the squares, then take the mean value. അപ്പോൾ ഇക്വേഷൻ വിൽ ബി V1 square plus V2 square plus V3 square up to V12 square the whole divided by 12. Then take the root of the all things. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് V1 square plus V2 up to V12 square divided by 12. 12 എന്ന് പറയുന്ന എടുത്തിരിക്കുന്നതിന് കാരണം ഹിയർ വി ആർ ടേക്കൺ ഓൺലി 12 samples. The maximum possible samples from a signal is infinity. ഇതേ സെയിം കാര്യം നമുക്ക് ഇൻ്റഗ്രേഷൻ മെത്തേഡിലും കണ്ടുപിടിക്കാൻ പറ്റും. 1/√2 ഇൻറ്റു മാക്സിമം വി പി എന്ന് കിട്ടും, സൈൻ വേവ് ആയതുകൊണ്ട്. സൈൻ വേവ് ആണെങ്കിൽ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ ആർ എം എസ് വോൾട്ടേജ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം ഇൻറ്റു 1/√2. ഇപ്പോൾ 0.707 ഇൻറ്റു മാക്സിമം ദാറ്റ് വിൽ ബി ദ ആർ എം എസ് വാല്യൂ ഓഫ് എ സൈൻ വേവ്. കോസ് വേവ് ആണെങ്കിൽ ഇത് തന്നെ കിട്ടും. വേറെ ഏതെങ്കിലും സിഗ്നൽ ഫോം ആണെങ്കിൽ ദാറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. ഓക്കെ, സൈൻ വേവിൻ്റെ ആവറേജ് വാല്യൂവും ആർ എം എസ് വാല്യൂവും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കുക. ആവറേജ് വാല്യൂ നമ്മൾ കിട്ടി 0.637 ഇൻറ്റു മാക്സിമം വാല്യൂ. ഇതൊരു ഹാഫ് സൈക്കിളിൻ്റെ മാത്രമാണ്. ദെൻ ആർ എം എസ് വാല്യൂ ഹാഫ് സൈക്കിൾ ആയാലും ഫുൾ സൈക്കിൾ ആയാലും 0.707 ഇൻറ്റു മാക്സിമം വാല്യൂ.
നെക്സ്റ്റ് ടേം ആണ് ഫോം ഫാക്ടർ. ഫോം ഫാക്ടർ ഈസ് ദ റേഷ്യോ ഓഫ് ആർ എം എസ് വാല്യൂ ടു ആവറേജ് വാല്യൂ. അപ്പോൾ ഒരു സൈൻ വേവിൻ്റെ കേസിലെ ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ എത്ര നമുക്കറിയാം, 0.707 ടൈംസ് മാക്സിമം വാല്യൂ ആണ് ആർ എം എസ്, 0.637 ടൈംസ് ആവറേജ് വാല്യൂ ആണ്, മാക്സിമം വാല്യൂ ആണ് ആവറേജ്. അപ്പം ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫോം ഫാക്ടർ 1.11 ആണ്. ഇപ്പോൾ സൈൻ വേവിൻ്റെ ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1.11. ഇതൊരു റേഷ്യോ ബിറ്റ്വീൻ വോൾട്ടേജ് ടു വോൾട്ടേജ് അല്ലെങ്കിൽ റേഷ്യോ ബിറ്റ്വീൻ കറണ്ട് ടു കറണ്ട്, അതുകൊണ്ട് ഇതിന് യൂണിറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ സാധാരണ ഒരു സൈൻ വേവിൻ്റെ കേസിൽ നമ്മൾ പറയുന്ന ടൈംസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഓക്കെ, താങ്ക് യു.